ഈ ചെടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു സങ്കല്പമാണ്, ഒരു വീടൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചെടികൾ വെക്കണം. പിന്നെ വാതിൽ ആ ഒരു ഫ്രണ്ടിലെ ഡോറ് തുറക്കുമ്പോൾ തന്നെ നല്ല പൂവിടുന്ന ഇഷ്ടം പോലെ ചെടികൾ ഉണ്ടാവണം എന്നൊക്കെ അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ആയപ്പോൾ ആണ് ആ ഒരു പണ്ടത്തെ സ്വപ്നം അല്ല പണ്ടത്തെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പൊടി തട്ടി എടുക്കുകയാണ് കേട്ടോ. ഇപ്പം മുറ്റത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെ ചെയ്യണമെന്ന് ഇൻഷാ അല്ലാ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് 2-3 ദിവസമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് പിന്നെ തലയിൽ തട്ടട്ടതിനെ പറ്റിയുള്ള പ്രശ്നം. ശിരോവസ്ത്രം ധരിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തി നിൽക്കുന്നുണ്ടല്ലോ. അപ്പം അതിനെപ്പറ്റി കുറച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാനങ്ങനെ ഒരു ഇതിനെ എന്താ പറയുക ഒന്നിനെയും ഫോക്കസ് ചെയ്ത് പറയുന്നതല്ല, ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ പഠിച്ചത് ഇങ്ങനത്തെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിലാണ് പഠിച്ചത്. അത് ഞാൻ 4th വരെ പഠിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങളെ സ്കൂളിൽ കോഴിക്കോട് സിറ്റിയിലുള്ള സ്കൂളാണ്. പക്ഷേ സ്കൂളിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ പഠിച്ചിപ്പോൾ എത്രയോ വർഷങ്ങളെ, അപ്പോൾ ഇപ്പോഴും ആ ഒരു സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒരു റൂളിൽ തന്നെയാണ് അത് പോകണമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ സ്കൂളിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡിസിപ്ലിൻ ആയിരിക്കും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് 7th വരെയുള്ള സ്കൂളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു ഗേറ്റ് കടക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഷോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഊരി നമ്മൾ ബാഗിൽ വെക്കണം. അപ്പോൾ ഞാൻ അന്നേരം 4th വരെയാണ് അവിടെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. 7th വരെയാണ് സ്കൂളുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ 4th പഠിക്കുമ്പോൾ അങ്ങനെ നമ്മൾ തട്ടൊന്നും ഇടൂലല്ലോ. ഇപ്പോൾ അന്നേരം ഒരു പൂതി ഉണ്ടാവും, കാരണം ഒന്ന് പിന്നെ തോളിൽ കൂടെ ഒക്കെ ഒന്ന് ഇടാൻ, പിന്നെ തട്ടിട്ട് നടക്കാനൊക്കെ നമുക്ക് ആ ഒരു പ്രായത്തിൽ ഒരു ക്രേസ് ഉണ്ടാവല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയൊരു ഷോളൊക്കെ കൊണ്ടുപോകും. അപ്പോൾ സ്കൂളിൻ്റെ ഗേറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് മടക്കിയിട്ട് ബാഗിൽ വെക്കുകയും ചെയ്യും. പിന്നെ തിരിച്ച് നമ്മൾ ആ ഒരു പിന്നെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ബാഗിൽ നിന്ന് എടുത്ത് തലയിലേക്കിടും, അല്ലെങ്കിൽ അതിൽ തന്നെ വെക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എല്ലാ ഫ്രൈഡേയും നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറയും. അപ്പോൾ ഉമ്മയൊക്കെ പറയും ഞാൻ രാത്രിയൊക്കെ കുരിശൊക്കെ കുരിശൊക്കെ വരച്ചിട്ടാണ് രാത്രി കിടക്കാൻ നിൽക്കലെന്നുള്ളത്. അപ്പോഴേ നമുക്ക് പേടിയുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളപ്പോൾ പിന്നെ നമ്മൾ അത് ഫോളോ ചെയ്യാനാണല്ലോ നോക്കൽ. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീട് മാറിയതിന് ശേഷം ആ സ്കൂൾ മാറിയിട്ടോ, കുറേ ലോങ് ആയത് കാരണം പിന്നെ വേറെ സ്കൂളിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഇതുണ്ടായപ്പോൾ എനിക്ക് ആ ഒരു ഇൻസിഡൻ്റാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ സ്കൂളുകാരെടുത്ത നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള നിലപാട് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അങ്ങനത്തെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, കാരണം അവരും ശിരോവസ്ത്രം ധരിക്കുന്നുണ്ട്, നമ്മളും ശിരോവസ്ത്രം ധരിക്കുന്നുണ്ട്. അപ്പോൾ 2 ശിരോവസ്ത്രത്തിനും ഒന്ന് തന്നെയാണ് അതിൻ്റെത്. അപ്പോൾ അതവിടെ നിഷേധിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നമ്മളിങ്ങനത്തെ ഒരു പർട്ടിക്കുലർ മതവിശ്വാസത്തിൽ ഫോളോ ചെയ്യുന്ന സ്കൂൾ മാനേജ്മെൻറ്റിലൊക്കെ ചേർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആ ഒരു മതത്തിനനുസരിച്ചാണ് അവിടെ ഉള്ളത് നോക്കിയിട്ട് വേണം ഒരു കുട്ടീനെ നമ്മളവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇതിപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 13 വയസ്സുകാരിക്ക് മെൻ്റലി ആൾ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഒരു ഈ 2-3 ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളപ്പോൾ ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും. ചില കുട്ടികൾ ഇൻട്രോവേർട്ടൊക്കെ ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പറയണ്ട. അപ്പോൾ അത് പെട്ടെന്ന് ഫീൽ ചെയ്തിട്ട് അവർക്ക് അവരുടെ ആ ഒരു ഫ്യൂച്ചറിനെ ബാധിക്കും. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോളം ആ ഒരു ട്രോമ ഉണ്ടാവും, കുറച്ച് മാസങ്ങളോളം ആ ഒരു ട്രോമ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പേരൻസും ശ്രദ്ധിക്കണം, അവരെ ഫോളോ അങ്ങനെയുള്ള പിന്നെ ഓരോ മതവിശ്വാസവും ഫോളോ ചെയ്ത് അവിടെ പഠിക്കുന്ന കുട്ടികളും ആ വിശ്വാസത്തിലേക്ക് വരണം, അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ മതത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള അങ്ങനെയുള്ള സ്കൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാത്തതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ മുസ്ലിം ഇത് ഫോളോ ചെയ്യുന്ന സ്കൂളുണ്ട്, അവിടെ അതർ കാസ്റ്റിൽ പെട്ട അധിക കുട്ടികളും ഉണ്ടാവാറില്ല. അപ്പം എൻ്റെ മോള് ഹൈസ്കൂളിൽ 2 സ്കൂളായിട്ട് പഠിച്ചിട്ടുണ്ട്. 2ഉം മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ സ്കൂളാണ്. അപ്പോൾ ഒന്നിൽ പക്ഷേ അതർ കാസ്റ്റിൽ പെട്ട കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ലാസ്റ്റ് പഠിച്ച സ്കൂളിൽ കംപ്ലീറ്റ്ലി മുസ്ലിം കുട്ടികളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരവിടെ ആർക്കും പ്രവേശനം നിഷേധിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് അങ്ങനെ തന്നെ അവിടെ ആ ഒരു മുസ്ലിം ഇതിൽപ്പെട്ട കുട്ടികൾ തന്നെ അവിടെ ചേർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ പഠിപ്പിക്കുന്നത് ഫുള്ളും അതർ കാസ്റ്റിലുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ അത് ഓരോ പെർട്ടിക്കുലർ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവിടെ മക്കളെ ചേർക്കും. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് കുറച്ച് പിന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടണം എന്നാണ് നമ്മൾ വിചാരിക്കൽ. മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളായാലും ക്രിസ്ത്യൻ ആയാലും പിന്നെ മുസ്ലിം ആയാലും ഹിന്ദു മാനേജ്മെൻ്റ് ആയാലും നമ്മൾ എല്ലാ കുട്ടികൾക്കും അവിടെ വിദ്യാഭ്യാസം കൊടുക്കണം. ആ ഒരു മതത്തിൽ പെട്ടവർക്ക് മാത്രമേ വിദ്യാഭ്യാസം കൊടുക്കുള്ളൂ. പിന്നെ അവരുടെ പിന്നെ ഏത് മാനേജ്മെൻറ്റാണോ നടത്തുന്നത് അപ്പോൾ അവരത് ഈ സിസ്റ്റം ഫോളോ ചെയ്യണമെന്ന് പറയുന്നതൊക്കെ നമ്മൾ തികച്ചും ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മൾ അത്രയും ഒരു ഏറ്റവും പുരോഗമനമായിട്ടുള്ളൊരു നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പിന്നെ പണ്ടത്തതുപോലെ ആ ഒരു മതത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കരുത് അവർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത്.
ഒരൊറ്റ ഉദ്ദേശം വെച്ചിട്ടാണ് സ്കൂളുകൾ പോകുന്നത് അല്ലേ, നമുക്ക് നല്ല വിദ്യാഭ്യാസം നേടണം. ആ ഒരൊറ്റ ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ പാരൻസും അവിടെ ചേർത്തുന്നത്. ഏറ്റവും നല്ല സ്കൂൾ ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മുടെ കുട്ടികളെ തന്നെ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്കൂളിൽ ഇങ്ങനെയുള്ള പിന്നെ കുറച്ച് നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളെ മാത്രമല്ല പാരൻസിനെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒന്നാണ്. ഇതൊക്കെ എപ്പോഴും എടുത്തു മാറ്റപ്പെടേണ്ട കാലം കഴിഞ്ഞു.